ഹായ് ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ. ഉറപ്പായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടും. നമുക്ക് എല്ലാവർക്കും ഒരു ടാസ്ക്കാണ് ചിക്കൻ കറി വയ്ക്കുമ്പോഴത്തേക്കും എണ്ണയിൽ നമ്മുടെ സവാള വഴറ്റുന്ന ഒരു ടാസ്ക് അല്ലേ. എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പക്ഷേ നിങ്ങളുടെ കയ്യിൽ 10 മിനിറ്റേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വരുന്നു എങ്കിൽ ഓടി വായോ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്തോ. നല്ല മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു വിഷമം വരേണ്ട അവസ്ഥ വരത്തില്ല കേട്ടോ. കാരണം ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, നല്ല ചിക്കനിലും തന്നെ ഇവന്മാരുണ്ടല്ലോ, ഈ ഒരു ഗ്രേവി നല്ല പൊതിഞ്ഞിരിക്കും. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ പറ്റിയൊരു സംഭവമാണ്. അപ്പം നേരെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. സവാളയും ടൊമാറ്റോയും ഉപ്പും ചേർത്ത് നമുക്ക് കൈ കൊണ്ട് ആദ്യം നല്ല പോലെ ഇതിനൊന്ന് ഞെരടി, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പല്ല എണ്ണ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എണ്ണ ചേർക്കുന്നില്ല. ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൂട്ടിയിട്ട് ഒരു വിസിൽ കുറച്ചിട്ട് 2 വിസിലാണ് നമ്മൾ അടിക്കുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച്, ഈ കുക്കറിൻ്റെ വേവ് ഇത്തിരി എന്ന് വെച്ചാൽ സമയം എടുത്തിട്ടേ വേവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ കൂട്ടിയിട്ട് ഒരു വിസിലും കുറച്ചിട്ട് 2 വിസിലും എടുക്കുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും കറക്റ്റ്. അപ്പം നമ്മൾ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ നല്ല പോലെ വെന്ത് വരും. ഈ വേവുന്ന അനുസരിച്ചാണ് നമുക്കുണ്ടല്ലോ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ്സും, നമ്മുടെ ചിക്കനിൽ ഈ ഗ്രേവി നല്ല മാതിരി പറ്റിയിരിക്കും. എന്താ പറയുക, നല്ല ഗ്രേവി. ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗ്രേവി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറൊരു ഗ്യാസ് അടുപ്പിൽ, കാരണം നമുക്ക് 10 മിനിറ്റല്ലേ ഉള്ളൂ, വേറൊരു ഗ്യാസ് അടുപ്പിൽ ചട്ടി വെച്ച് ചട്ടിയിലോട്ട് ഞാൻ ബട്ടറാണ് ഇട്ടിട്ടുള്ളത്. ബട്ടറും നമ്മുടെ പെരിഞ്ജീരകം വറ്റൻ മുളകും കൂടെ ഇട്ട് പൊട്ടിച്ച് നമ്മുടെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെളുത്തുള്ളി, പിന്നെ വെളുത്തുള്ളി, നമ്മുടെ എന്താ പറയുക ഇഞ്ചിയും നമ്മുടെ കുറച്ച് കുരുമുളകിൻ്റെ അളവ് നിങ്ങളുടെ അനുസരിച്ച്, നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ മക്കൾക്കും കൂടെ ഇത് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ കുരുമുളക് ചതച്ചിടുന്നുള്ളൂ. ഈ സമയത്ത് ചതച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ചതയ്ക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ആ ഗ്രേവിക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഫ്രൈ എന്ന് വിചാരിക്കുമ്പോൾ അറിയാലോ, ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഇടാം. ഇതേ സമയം ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് സമയമുണ്ട്, ഒരു 10-15 മിനിറ്റും കൂടെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ ഈ വിസിലടുപ്പിച്ച് വെച്ചേക്കുന്ന, അതായത് ഇപ്പോൾ വിസിലടുപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ സവാളയും ടൊമാറ്റോയിലും അത് നേരിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇതേ ചിക്കൻ ഇടുവാണ്. ചിക്കൻ ഇട്ട്, അതായത് നമ്മളവിടെ വിസിലടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇവിടെ ചിക്കൻ എന്തായാലും അര വേവ് എന്തായാലും ഉറപ്പ്, അരയിൽ കൂടുതൽ വേവാൻ ചാൻസ് ഉണ്ട്. കാരണം വിസിലടിച്ച് നമ്മുടെ അതിൻ്റെ ആ എന്താ പറയുക, ആ ചൂടെല്ലാം പോയതിനു ശേഷം മാത്രമേ നമുക്ക് കുക്കർ തുറക്കാൻ പറ്റൂ. ആ സമയം ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ ഇവിടെ കിടന്ന് നല്ല പോലെ വെന്തിട്ടുണ്ടാവുമേ. അപ്പോൾ ഇത് നല്ല പോലെ നമുക്കൊന്ന് ഇവനെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഞാനിപ്പോൾ ഗ്യാസ് ഇത്തിരി കുറച്ചിട്ടേക്കാണ്. അപ്പോൾ കൂട്ടിയിട്ട് തന്നെ ഇവനെ ആദ്യം നമുക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഇവനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ വെന്ത് വരുന്നുണ്ടേ. ഇനി ഇതിലോട്ട് നമ്മൾ കുക്കറിൽ വിസിലടുപ്പിച്ച് വെച്ചേക്കുന്ന നമ്മുടെ സവാളയും ടൊമാറ്റോയാണ് കേട്ടോ. നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ചിക്കനിലോട്ട് വീഴ്ത്താവേ. എന്നിട്ട് ഇതും നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് ജോയിൻ്റ് ആവണം കേട്ടോ. നല്ല പോലെ ജോയിൻ്റ് ആവുന്നവരെ ഒരല്പസമയം, ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്ന് എന്താണെന്നറിയോ, ചെറിയ നമ്മുടെ എണ്ണയൊക്കെ മുകളിലോട്ട് പൊന്തി വരും കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ ഇതിലോട്ട് ഇടുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഗ്രേവി, അതായത് നമ്മൾ സവാള നല്ല പോലെ വെന്തിരിക്കുകയല്ലേ, അപ്പോൾ ഇതിലും കൂടെ ആകുമ്പോഴത്തേക്കും ഒരല്പം നല്ല ഗ്രേവിക്ക് നല്ല തിക്നെസ് വരും കേട്ടോ. ഇതിന് നമ്മൾ വേറെ വെള്ളവും കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ആദ്യമേ ചിക്കൻ നമ്മൾ എണ്ണയിലിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിക്കൻ്റെ വല്ലാത്തൊരു ടേസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് ഒഴിവാക്കി കിട്ടും. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്ത് വയ്ക്കാം. ഇതിലോട്ട് ഞാൻ ചേർക്കുന്ന 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടുന്നത് ഞാനിവിടെ കുറച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, മക്കൾക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് കുറച്ചാണ് ഇടുന്നത്. അതുപോലെ മല്ലിപ്പൊടി ഇടാം, പിന്നെ ഗരം മസാലയും കൂടെ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട്, ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു കളർ കുറവുള്ളതുപോലെ തോന്നുന്നില്ലേ? ഞാനിത് രാത്രിയാണ് ഉണ്ടാകുന്നത്. എനിക്കിവിടെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾക്ക് ആ കളർ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല കളറാണ്. ഞാൻ ഇപ്പോൾ ഇട്ടത് ഗരം മസാലയാണ്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇടുന്നുണ്ട്. വളരെ കുറച്ചല്ല, ഒരു അര ടേബിൾ സ്പൂൺ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇവനൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, വേവിച്ചെടുക്കുമ്പോൾ ഇത് അല്പം തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കളർ കുറവാണോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം നല്ല കളറാണ്, നല്ല ഡാർക്കായിട്ടുള്ള കളറാണ് ഇതിന് വരുന്നത്.
ഇത് കണ്ടോ ഗ്രേവി നിങ്ങൾ കണ്ടോ, നല്ല തിക്നെസ് ആയിട്ടുള്ള ഗ്രേവിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് എന്താ പറയുക മല്ലിയിലയും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം കേട്ടോ. ഇത് കണ്ടോ നമ്മൾ 2 മാസം കൊണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിക്കുന്ന പുതിനയാണ് കേട്ടോ. സംഭവം ഇത് അല്പമൊക്കെ ഒന്ന് ചെയ്യാനുള്ള എന്താ തുടങ്ങിയിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് പോകാമെന്ന് പറയുന്നത് ഒരു എങ്ങനെ പോയാലും 3-4 മണിക്കൂറൊക്കെ കറണ്ട് പോകാറുണ്ട്. അപ്പം ഫ്രിഡ്ജ് എന്താ പറയുക അങ്ങനെയൊക്കെ പറ്റിയതാണ് കേട്ടോ. ഈ ചെറിയ ചെറിയ അങ്ങനെ എന്നാലും നോക്കിയാൽ ഉള്ളത് ഇത്രയും നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. അത് ആരെങ്കിലും പറയുമോ 2 മാസം കൊണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെന്നത്? അതിൻ്റെ അടിഭാഗത്തൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്ന് കിട്ടിയ കറിവേപ്പിലയാണ് കേട്ടോ. ദൈവമേ, ഇവിടെ കിട്ടുന്ന കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന കറിവേപ്പില അടുത്ത് പോലും വരും. ഒരു മണവും ഇല്ല ഗുണവും ഇല്ലാത്ത സാധനങ്ങളാട്ടോ ഇത്. പിന്നെ എന്ത് പറയാനാ, കിട്ടാത്തവന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പറയുക? അത് തന്നെ നമുക്കിത് ഭയങ്കര കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മണ്ടത്തരം കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളെ ക്യാമറ ഞാൻ തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. കാരണം ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ തവിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നോക്ക്, നമ്മുടെ ഗ്രേവി നല്ല പോലെ പച്ചമണമൊക്കെ മാറിതാ എണ്ണ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒരു 5 മിനിറ്റോളം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുത്ത് ഇവനെ നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇതേ നോക്കി, ഞാൻ ഇപ്പോൾ ഇടുന്നത് പുതിനയാണ്. ഇത് വളരെ ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ ഇടുക, കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ഈ ബിരിയാണിയുടെയൊക്കെ ടേസ്റ്റ് വരും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടിയായിട്ട് ഞാൻ അതും കഴിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നല്ല പോലെ ഇത് ഗ്രേവിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ല കളറുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നത്, കാരണം നല്ല കളറുള്ള സാധനമാണ്. ക്യാമറയിൽ വരുമ്പോഴത്തേക്കും ഒട്ടും കളറില്ലാത്തത്. നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം, കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാണല്ലോ നല്ല എന്താ പറയുക, ചിക്കനിൽ നമ്മൾ നല്ല കണ്ടോ ഈ കളർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ എന്നിട്ടും ആ ഒരു കളർ വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതേ കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മളെ ചിക്കൻ ഇനി ചട്ടിയിലും കൂടെ അല്ലേ ഇരിക്കുന്നേ. അപ്പോൾ ഈ ചട്ടിയിലെ ചൂട് കൊണ്ട് കുറച്ചും കൂടെ ഇതിങ്ങനെ വറ്റും. കണ്ടോ നല്ല അടിപൊളിയായിട്ട്. നമ്മൾ സവാള എവിടാന്ന് പോലും കാണാനില്ല. അത്രയ്ക്ക് മക്കളൊക്കെ ഉണ്ടല്ലോ സവാള കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾ, ഒരു 10 മിനിറ്റ് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞ ഒരു അടിപൊളി കാര്യമല്ലേ. അപ്പോൾ ഇനി അപ്പോഴത്തേക്കും നമുക്കിന്ന് ചപ്പാത്തിയാണ്, ഞാനത് ഓർത്തില്ല കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് തേങ്ങാപ്പാലാണ് വിത്തിയത് കേട്ടോ. തേങ്ങാപ്പാലും കൂടെ വിത്തുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവലിൽ പോകുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ വിറ്റ് ഞാൻ അല്പം ഗ്രേവി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് കൂട്ടിയാലുണ്ടല്ലോ നല്ല എന്താ പറയുക, ചപ്പാത്തിക്കും ചോറിനും നമ്മൾ ഫ്രൈഡ് റൈസ് ഇല്ലേ അതിനൊക്കെ നല്ല അടിപൊളി കോംബോയാണ്. ഞാനിപ്പം ഒന്ന് ഗ്രേവി ആക്കി എടുത്തു. സത്യം പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കുറച്ച് തേങ്ങാപ്പാലും കൂടെ വീത്തി അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റത്തെ പരിപാടിയാണ് കുറച്ച് എന്താ പറയുക മല്ലിയില, കുറച്ച് കറിവേപ്പില. ഞാൻ ഇങ്ങനെ തന്നെ വെക്കുവാണേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എത്ര ഇട്ടാലും ഉണ്ടല്ലോ ഈ കറിവേപ്പിലേക്ക് നമ്മളെ നാട്ടിനുമായിട്ട് ഒരു ഇതുമില്ല കേട്ടോ, ഒരു മണമില്ല ഇതിന്. അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. ഇതും കൂടെ വെച്ച് നമുക്ക് അടച്ച് വെച്ചാലുണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇനി ഒരു 10 മിനിറ്റത്തേക്ക് തുറക്കണ്ട കേട്ടോ. അപ്പോൾ സംഭവം റെഡിയായി.